ഹലോ ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ നമ്മുടെ സെയിലിംഗ് സ്പോട്ടിലേക്ക് പോയപ്പോൾ ഒരു പോർച്ച് 911 ജിരിതിൽ അവിടെ കിടക്കുന്ന കണ്ടു. ചുമ്മാ ഏൽപ്പിച്ചപ്പോൾ പൊട്ടുന്ന സാധനം, തീയൊക്കെ നല്ല വരുന്നുണ്ട്. കിടക്കുന്ന സാധനമായിരുന്നു. നമുക്ക് 1 മില്യൺ അതായിരുന്നു പൈസ വരുന്നത്. പിന്നെ V16 എഞ്ചിനായിരുന്നു. മൊത്തത്തിൽ ലാഭമാണ്. അപ്പോൾ തന്നെ ഞാൻ ചാടിക്കയറി മേടിച്ചു. കിടക്കുന്ന സാധനം ഇവർ ഓടിച്ചില്ല. എൻ്റെ കൂട്ടുകാരൻ ഓടിച്ചുകൊണ്ട് പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ചിട്ട് എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു. പെട്രോൾ അടിച്ചോട്ടിട്ടുണ്ടായ വണ്ടി ഞാൻ എന്തെങ്കിലും എടുത്തു. പെട്രോൾ ഫുൾ ടാങ്കാണ്. സിമ്പിളായിട്ടാണ് 200-300 നമ്മുടെ വണ്ടി കയറുന്നത്. അറിയാൻ പോലും ഇല്ല വണ്ടിക്ക്. ആ ഒരു സൗണ്ട് കേട്ടോണേ, കിണ്ണ സൗണ്ടാണ്. ടോപ്പ് സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്താലോ ഗൈസ്? ടോപ്പ് സ്പീഡ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും 400 കയറും ഗൈസ്. എന്തായാലും കാണുമ്പോൾ പോക്ക്. ഞാൻ ഇതിനു മുമ്പ് പോർച്ച് ഓടിച്ചിട്ടുണ്ട്. ബട്ട് കണ്ട സൈലൻ്റായി ആഴ്ച കൈയെടുക്കുന്നു, സോറി കാലെടുക്കുന്നു. ഉറപ്പാണ് 400 സിമ്പിളായിട്ട് കഴിയും. ടോപ്പ് സ്പീഡ് കിട്ടുന്നില്ല. ഞാൻ അറിയാതെ കൈയെടുത്തു പോയി. ബ്രേക്ക് പിടിക്കണം കണ്ട് വളം വന്നു. ഇല്ല വിഷയം, എന്തായാലും നമുക്ക് അടിച്ചു വിടാം. 400 കയറിയല്ലോ, സന്തോഷം. വളഞ്ഞ് ഫ്രണ്ട് പോയി ചെന്ന് കയറി. വിഷയമില്ലാന്നാണ് തോന്നുന്നത്. അതാണ് വണ്ടിയുടെ ഫ്രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയമൊന്നുമില്ല. കിണ ലുക്കാണ് കാണാനൊക്കെ. അതേപോലെ തന്നെയാണ് സ്പീഡ്. ടോപ്പ് വ്യൂ എന്ന് വെച്ചാൽ ഇതാണ്. ഇതുകൊണ്ട് ബാക്ക് വ്യൂ തന്നെ. സൈഡ് വ്യൂ കാണിക്കണം. അതാണ് നമ്മുടെ വണ്ടി പൊട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊട്ടോന്ന് പൊട്ടും. കിണ്ണായിട്ടാണ് തീരുന്ന വെച്ചാൽ ഇതേപോലെ വരും. നിങ്ങളുടെ ഇപ്പോൾ ഗ്യാസ് ഇല്ലല്ലോ, നമുക്ക് ഇത് വെച്ച് കത്തിക്കാന്നേ ഉള്ളൂ. സിമ്പിൾ. പിന്നെ ചിക്കൻ വെച്ചാൽ പോലും ഗ്യാസ് ലാഭം. ചവിട്ടി വിടാം, തിരിച്ചെന്നെ ചവിട്ടാം. ഇപ്പോൾ ചവിട്ടിയ വളമുണ്ട്. ചാടും തോന്നുന്നുണ്ട്. ബ്രേക്ക് പിടിക്കാൻ അയ്യോ ചാടി. ബാഗ് ചാടിപ്പോൾ ഇടിച്ചു ശരിയാണ്. എന്നാലും അങ്ങോട്ട് എന്നോട് പറപ്പിച്ചെന്ന് പോകും. ടോപ്പ് സ്പീഡാണ് ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ടോപ്പ് സ്പീഡ് എന്തായാലും നമുക്ക് മനസ്സിലാക്കണം. എന്നിട്ട് ഞാൻ ഈ വണ്ടി എടുത്തുള്ളൂ. നല്ല സ്പീഡുണ്ട് കേട്ടോ. 405, 7, 8, 9, 10, 12, 15 കയറി. ഇതിന്മേൽ കയറുന്നില്ലേ, പൊട്ടുന്നേ ഉള്ളൂ. ഓക്കെ, 415 നമ്മുടെ പോർഷയുടെ മാക്സിമം സ്പീഡ് വരുന്നത്. നമുക്ക് ഗെയിമിൽ കയറുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ഒരു കാറുണ്ടല്ലോ, ഗെയിമിലല്ല ഈ ഒരു ഇത് കയറുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന കാറുണ്ടല്ലോ. അപ്പോൾ ആ കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 200-250 എൻ്റെ മാക്സിമം സ്പീഡ്. ഇതിപ്പം 415 സ്പീഡ്. കിണ്ണ കാറാണ് എന്തുവായാലും. ആ സൗണ്ട് കണ്ടു. ആക്സസ് കൈയെടുക്കുമ്പോൾ സൈലൻ്റായിട്ട് പോകുന്നതാണ് അതിനെ ലുക്ക. സൈഡാക്കാം. സൈഡാക്കിയിട്ടുണ്ട്. പാർക്കിലിടാം, ഹാൻഡ് ബ്രേക്ക് ഇടാം, ലോക്ക് ചെയ്യാം. ഓക്കെ, വണ്ടി ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇറങ്ങി നോക്കിയേക്കാം. എന്താണ് ഒരു സൗണ്ട്. വണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് ഓഫ് ചെയ്ത് ഓണാക്കിയായിരുന്നു. ഓണാക്കിയിട്ട് ഞാൻ ഇറങ്ങി മറ്റേ സൗണ്ട് കേൾക്കാനായിരുന്നു. ഓണാക്കി നോക്കുമ്പോൾ ആ സൗണ്ട് കേൾക്കുകയാണ്. എന്താണ് അത് കേസ്? മറ്റേ സീറ്റിൽ നിന്ന് ഇരുന്ന് നോക്കി റെഡി ആവുന്നില്ല, അതേ സൗണ്ട്. ഒന്നുകൂടെ സീറ്റിൽ കയറിയിട്ട് നമുക്ക് ചാവി ഒന്ന് തിരിച്ചിട്ട് നോക്കാം. ചാവി പിടിച്ച് തിരിച്ചിടാം നമുക്ക്. ഓക്കെ ആയിട്ടുണ്ട് കേസ്.
ചില്ലൊക്കെ പൊട്ടി കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് ചില്ലെല്ലാം പൊട്ടി. ഇനി ഒരു ഒന്നിങ്ങാണ് ലക്ഷം ബാക്കിയാണ് എൻ്റെ ചില്ലാണ്. എന്തായാലും പോയേക്കാം. അയ്യോ ഒരു കൺട്രോൾ കിട്ടണ്ട കഴിച്ചൊരു വണ്ടിയായ 400-450 പോയി. എങ്ങനെ കൺട്രോൾ കിട്ടാനാ? 55 രൂപ പോയി. ഓ ജസ്റ്റ് ഡ്രിഫ്റ്റിംഗ് മാസ്റ്റർ തിരിച്ചു പോയേക്കാം. ചുമ്മാ പൈസ വരികയാണേക്കാം. 55 നമ്മൾ 110 രൂപ പൊട്ടിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ 415 കയറാം. 400 വഴി 415 സിമ്പിളായിട്ട് കയറിക്കാം. യെസ് ഓഫ് കോഴ്സ് 415ആയി. ഇതിൽ കൂടുതൽ എന്തായാലും കയറത്തില്ല. 16 പോകത്തില്ല, 17 പോകത്തില്ല, 15 തന്നെ നിൽക്കും. 15, 12, 14 ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കത്തുള്ളൂ. എത്ര ചവിട്ടിയാലും അതാണ് വണ്ടിയുടെ പ്രത്യേകത. എന്നും വണ്ടിയാണ് എന്തായാലും. കളർ കണ്ട് എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിച്ചത് തന്നെ. പക്ഷേ റെഡ് കളറായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, മാറ്റാൻ കളറ്. കിട്ടിയപ്പോൾ ഒരു മഞ്ഞ കളറായിരുന്നു. അപ്പോൾ റെഡ് കളറിലേക്ക് ഞാൻ ആക്കി. അത് പിന്നെ കൊള്ളത്തില്ലാന്ന് തോന്നിയിട്ട് പിന്നെയും കൊണ്ടുവരൂ തത്തപ്പച്ച ആ ഒരു കളറാക്കിയിട്ടുണ്ട്. തത്തപ്പച്ച അല്ല, ആ രീതിയിലുള്ള കളറാക്കിയിട്ടുണ്ട്. എന്തായാലും അടിച്ച് വിട്ടു പോവാണ് നമ്മൾ. എയർലൈൻസ്, പോർഷ എയർലൈൻസ് ആ ചത്തിയേ വെള്ളത്തിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. അങ്ങനെയായിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. ഗ്ലാസ്സൊക്കെ മാറിയിട്ട് പിന്നെ വരാം. ബൈ ബൈ.